മൈ ഹീറോ അക്കാഡമിയ. സോ ഗൈസ്, ഈ ആനിമി എത്ര പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ലൈക്ക് ഒരു അടിപൊളി ആനിമിയാണ്. ലൈക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു പോയ എപ്പിസോഡ്സ്, ലൈക്ക് ഇപ്പൊ ഇതിന് 8 സീസൺസ് ഉണ്ട്. സോ ഈ 8 സീസൺസും അടിപൊളിയാണ്. ഐ മീൻസ് ലൈക്ക് കുറച്ച് സീസൺസ് അത്യാവശ്യം കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് പോയിട്ടുണ്ടെങ്കിലും ഈ അവസാനത്തെ സീസൺ, 8ാം സീസൺ അവസാനം, ഇത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കി. കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഓരോ എപ്പിസോഡ്സിനും നല്ല റേറ്റിംഗ് ആണ്. കാരണം 10ൽ 9.5, 9.1 അങ്ങനെ അത്യാവശ്യം നല്ല റേറ്റിംഗ് തന്നെയാണ് ഈ ആനിമി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അത്യാവശ്യം ഞാൻ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ, കേരളത്തിൽ അങ്ങനെ അത്യാവശ്യം ഭയങ്കര പോപ്പുലർ ആനിമി ഒന്നും അല്ല മൈ ഹീറോ അക്കാഡമി. ലൈക്ക് കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു 8 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് 2 പേര് മാത്രം പറയും. ലൈക്ക് ഒരു അണ്ടർ റേറ്റഡ് എന്ന് പറയാൻ പറ്റും. ഇവിടെയൊക്കെ മെയിൻ നോക്കുക ഡീമൺ സ്ലെയർ, വൺ പീസ്, JJK അങ്ങനത്തെ ആനിമീസ് ആണ്. ഇതിലങ്ങനെ തന്നെയാണ്. ലൈക്ക് ഫേമസ് ആയ സംഭവത്തിനൊക്കെ അത്യാവശ്യം പോപ്പുലാരിറ്റി ഉണ്ടാവും. ആൻഡ് ഇങ്ങനെ ഇരിക്കും. എന്നാൽ പോലും ഈ ആനിമിക്ക് ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വിഷ്വൽസ്, ആക്ഷൻസ് ആയാലും ബാക്ക്ഗ്രൗണ്ട്. സോ ഇതിന്റെ കഥ ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ആ ലോകത്ത് ലൈക്ക് 80% ആൾക്കാർക്ക് നല്ല പവേഴ്സ് ഉണ്ട്. ഓൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പവേഴ്സ് ആയിരിക്കും അവർക്ക്. സോ നമ്മുടെ നോക്കുമ്പോൾ മെയിൻ ക്യാരക്ടറാണ് ടെക്കു, അല്ലെങ്കിൽ മിത്തോറിയ ടെക്കുന്ന് വിളിക്കാം. അത് ഹീറോ നെയിമാണ്. അപ്പോൾ ഓൾമൈറ്റി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സോ ഈ ഓൾമൈറ്റി അത്യാവശ്യം നല്ല ഫേമസ് സൂപ്പർ ഹീറോ. എല്ലാവർക്കും ഓൾമൈറ്റിനെ പോലെ ആവണമെന്നാണ്. സോ ടെക്കുന് അത് ആഗ്രഹമുണ്ട്. പക്ഷെ ടെക്കുനി അങ്ങനെ അവന് ജനിച്ച് ഒരു 4-5 വയസ്സ് കഴിയുമ്പോൾ അത് കുറച്ചൊക്കെ പവേഴ്സ് ഒക്കെ വന്നു. ടെക്കുനി ആ പവർ വന്നില്ല. അവന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടായി, പക്ഷെ അവനും വന്നിട്ടുണ്ടായി. അതിനൊരു പേരുണ്ട്. ഈ പവർന്ന് അവിടെ വിളിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ കോർക്ക്, അങ്ങനെ പേര് വിളിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ കേൾക്കുന്നില്ല, ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ വിളിക്കും. അപ്പോൾ നമുക്ക് പവർ തന്നെ പറയാം. ഒരു പവർ ഉണ്ടാവും ഒരു ഏജ് കഴിയും. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ടെക്കു ഒരു വില്ലൻ അവനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓൾമൈറ്റി അവനെ രക്ഷിക്കുന്നുണ്ടാവും. ആ സമയത്ത് ഈ ടെക്കു അതേപോലെ ഓൾമൈറ്റി അങ്ങോട്ടും ഒരു കോൺവെർസേഷൻ ഉണ്ടാവും. എനിക്ക് ഈ പവർ ഇല്ലാതെ ഒരു ഹീറോ ആവാൻ പറ്റും. അപ്പോൾ ഓൾമൈറ്റി വരെ എനിക്ക് ആവാൻ പറ്റും. ഈ ബാക്കുനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്കുന്റെ ഒരു ഫ്രണ്ട് ആണ്, പക്ഷേ പുള്ളി അങ്ങനെ ഒരാളാണ്. പക്ഷെ ഈ അവസാനം ഈ ഒരു എപ്പിസോഡ്സ് ഒക്കെ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് എന്തോ പോലെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഓൾമൈറ്റിനെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവന് ഇച്ചിരി ഇഞ്ചറീസ് ഉണ്ട്. ലൈക്ക് ഒരു വൈറ്റിന്റെ ലെഫ്റ്റോ റൈറ്റ് സൈഡിലെന്തോ ഒരു ഇഞ്ചറി ഉണ്ട് സമയത്ത് വില്ലനെ പറ്റി. അപ്പോ അത് ഹീറോസ് ഏറ്റെടുത്തേക്കും ഞാൻ മാർദിക്കാൻ വിചാരിച്ച സമയത്ത് അവിടത്തേക്ക് പെട്ടെന്ന് ഓടി വന്ന് ആ വില്ലനെ അവന്റെ കൂട്ടുകാരെ രക്ഷപ്പെട്ടാന്നോ. അപ്പോഴാണ് മനസ്സിലായി ഓൾമൈറ്റി ഒരു സമയത്ത് ടെക്കുനെ പോലെ ആയിരുന്നില്ല, ആൾക്കാരെ രക്ഷപ്പെടുത്തണം ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരാളാണ്. സോ അവസാനം ഓൾമൈറ്റി തന്നെ ആ ഫോം എടുക്കും. കാരണം ഓൾമൈറ്റിന്റെ ശരിക്കും ഒരു സ്കെൽറ്റൻ ഒരു മെലിഞ്ഞിരിക്കുന്ന രൂപം, ആ ഒരു പവർ കിട്ടുമ്പോൾ ആദ്യം കൂടെ ലൈക്ക് മസിൽ രൂപം. സോ ആ രക്ഷപ്പെടുത്തുകയും ചെയ്യും. ആൻഡ് ബാക്കുനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഓൾമൈറ്റിയും അതേപോലെ ടെക്കുമായിട്ട് ഒരു കോൺവെർസേഷൻ പിന്നെ ഉണ്ടാവും. ആൻഡ് നമ്മുടെ ഓൾമൈറ്റി പറയാണ് എനിക്ക് ഒരു പകരക്കാരനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അത് നീയാണ് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ ടെക്കു ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി. കാരണം അവന് പവേഴ്സ് ഒന്നും ഇല്ല. അവനെങ്ങനെ അത് പവേഴ്സ് ഇല്ലാതെ ഒരിക്കലും ഹീറോ ആവാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇവിടെ നമ്മുടെ ഓൾമൈറ്റി പറഞ്ഞാൽ ഞാൻ പകരക്കാരനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ടെക്കു ആണ്. കാരണം ആ ഒരു മൈൻഡ് സെറ്റോ ആ സ്പിരിച്വൽ ലെവൽ നീ മാത്രം അവനെ രക്ഷിക്കാൻ കൂട്ടുകാരെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഹീറോസ് എങ്ങനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ ജസ്റ്റ് ഫോട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയി പോയത് നീ മാത്രം. അത് തന്നെ പഴയ ഒരു ഞാനാണ് ഓർമ്മിപ്പിച്ചത് ആണത്. സോ അങ്ങനെ ഒരു ഓർമ്മിപ്പിച്ച് നമ്മുടെ ഓൾമൈറ്റി ഒരു സംഭവം ഉണ്ട്. ലൈക്ക് ഈ UA അതൊരു അക്കാഡമിയാണ് ലൈക്ക് സൂപ്പർ ഹീറോസ്. അപ്പൊ അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞ സൂപ്പർ ഹീറോന്റെ കുറെ ടെക്നിക്കൽ കുറച്ച് പഠിക്കാൻ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങോട്ട് പോകണേ എനിക്ക് ഇതൊക്കെ ഒരു അത്യാവശ്യം സെറ്റ് ആയിട്ട് പോകണം. സോ നമ്മുടെ ഓൾമൈറ്റി ടെക്കുനെ കുറച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ എല്ലാം ചെയ്യിപ്പിക്കും. അവസാനം പവർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഒരു നമ്മുടെ ഓൾമൈറ്റിന്റെ മുടി നേരെ നമ്മുടെ ടെക്കുന്നത് വിഴുങ്ങാൻ പറഞ്ഞിട്ട് അത് ഏതാണ് എന്നാലും അങ്ങനെ ചെയ്യാൻ പവർ കിട്ടുന്നു. പിന്നെ നമ്മുടെ UA അക്കാഡമിയിൽ ആ ഒരു ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരു ആളെ കണ്ടു, പെൺകുച്ചിനെ കണ്ടിരുന്നതാണ് ഗ്രാവിറ്റി. അത്യാവശ്യം ആളുടെ പവർ ആ പേര് തന്നെ ഉണ്ട്, ഗ്രാവിറ്റി മീൻസ് ആളുടെ പേര് വേറെയാണ്. എനിക്ക് പ്രൊനൗൺസിയേഷൻ പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ചില വിഷമം പോയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവനാകെ റോബോട്ടിനെ മാത്രം പിടിക്കാൻ പറ്റുള്ളൂ. കാരണം അത്ര വരെ പോയിന്റ്സും കിട്ടില്ലാന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് മെയിലും ഞാൻ ഈ മെയിലിൽ ഓൾമൈറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എത്ര ചെയ്തും എന്തായാലും ഉറപ്പായിട്ട് തോക്കേണ്ടതായിരുന്നു. പക്ഷേ
അവിടെ മിക്ക ടീച്ചർമാർ നല്ല മാർക്ക് കിട്ടും എന്ന് വെച്ചാൽ ആ ഒരു എക്സാമിൽ ഇവൻ ജയിച്ചു ലൈക്ക് ഒരു 60 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹൈ ടോപ്പറായിട്ട്. കാരണം എന്ന് വെച്ചാൽ ആളവിടെ റോബോട്ടിന് ഹിസ്ബോണിന് ശേഷം പോയിന്റ്സ് കിട്ടിയെങ്കിലും ആളവിടെ ഒരാളുടെ ലൈഫും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് ഗ്രാവിറ്റിന്റെ. അത് വെച്ചാൽ ഹീറോന്റെ മെയിൻ ഡ്യൂട്ടി ആണല്ലോ ഒരു ആളുടെ ജീവൻ രക്ഷിക്കും. സോ വേറെ ആരും അത് ചെയ്തില്ല, ഗ്രാവിറ്റിനെ രക്ഷപ്പെടുത്താൻ നോക്കിയില്ല. ആകെ ടെക്കു മാത്രമാണ് ശ്രമിച്ചത്. സോ അതുകൊണ്ട് മിക്ക ടീച്ചർമാരും നല്ലൊരു പോയിന്റ്സ് കൊടുക്കുകയും ചെയ്തു. അവസാനം ടെക്നിക്കലി UA അക്കാഡമിയിലോട്ട് ആനി പാസ്സാവുകയും ചെയ്തു. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അവിടെ ടെക്കുവിന്റെ ഫ്രണ്ട്സിന്റെ ഒരു അഡ്വഞ്ചർ ആയിരിക്കും കാണാൻ പറ്റും. ഓരോ ഇന്റേൺഷിപ്പ് വന്യക്കുള്ള വില്ലന്മാരും അങ്ങനെയൊക്കെ ആനിമിന്റെ കട പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ സീസൺ കഴിയുമ്പോൾ നമ്മുടെ ടെക്കു ഇച്ചിരി ഡെവലപ്പായി വന്നു. നേരത്തെ പേടിച്ച് ഇന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി ഇച്ചിരി നല്ല കോൺഫിഡൻസ് ആയി എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം ഒരു ക്യാരക്ടറായി മാറുന്നതാണ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ കഴിഞ്ഞു പോയ സീസൺസ് നോക്കുമ്പോൾ ഈ സീസൺ ഇച്ചിരി മണിപ്പിക്കുക. കാരണം വെച്ചാൽ ഇത് ഫൈനൽ സീസണാണ്. 8 സീസൺസ്. സോ ഈ 8 സീസൺസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പറയാൻ പറ്റും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ പറയാം. ഫസ്റ്റും കുഴപ്പമുണ്ടായില്ല, സെക്കൻഡും തേർഡ് കുഴപ്പമുണ്ടായില്ല. അറിയാലോ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും തേർഡ് സീസൺസ്. ഈ ഫൈനൽ സീസണിലോട്ട് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത എന്താ അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പറയുന്ന പോലെ ഇനി വെറും കുറച്ച് ദിവസം തീരും. ഡിസംബർ 13 ആനിമി തീരും. ഇമോഷണൽ ആണ്. ഞാൻ കുറെ സ്ഥലത്തൊക്കെ ഭയങ്കര കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ അത്യാവശ്യം മോട്ടിവേഷൻസ് ആണ്, അത്യാവശ്യം സംഭവമൊക്കെയാണ്. സോ യെസ്, മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ആനിമി തന്നെയാണ്. മിക്കവാറും റെക്കമെൻഡ് ചെയ്യുന്ന ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അടിപൊളിയാണ്. ആൻഡ് മൈ ഹീറോ അക്കാഡമിയിൽ ഒരു ഫാൻ ബേസ് ഉണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഫാൻ ബേസ് ലൈക്ക് ഈ ആനിമിയൊക്കെ ഭയങ്കര ഇഷ്ടം. ആ ഫാൻ ബേസ് നോക്കാതെ നിങ്ങൾ ആനിമി നല്ലോണം കണ്ടു കഴിഞ്ഞാൽ ബേസ്. സോ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.